നിയമസഭാ സമ്മേളനം ഈ മാസം 17 മുതൽ ചേരും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ സമ്മേളനം ആരംഭിക്കും. ഫെബ്രുവരി 7-നാണ് ബജറ്റ് അവതരണം. 2025-26 വർഷത്തെ ബജറ്റ് ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ ബജറ്റിനെ അടിസ്ഥാനമാക്കിയ പൊതു ചർച്ചയാണ്. ഫെബ്രുവരി 13-ന് 2024-25 സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധന അഭ്യർത്ഥനകൾ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തെ അന്തിമ ഉപധന അഭ്യർത്ഥനകൾ സംബന്ധിക്കുന്നതും 25-25 വർഷത്തെ ബജറ്റിനെ സംബന്ധിക്കുന്നതുമായ ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസാക്കും. വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, നിയമസഭാ സമ്മേളനം ഈ മാസം 17 മുതൽ ചേരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ സാധ്യത? അതേസമയം ബജറ്റിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്? ഹരിത 17 മുതൽ മാർച്ച് 28 വരെയുള്ള കാലയളവിൽ ആകെ 27 ദിവസമാണ് സഭ ചേരാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ജനുവരി 20, 21, 22 തീയതികൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് സഭ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. തുടർന്ന് ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയും നടത്തുന്നതിന് വേണ്ടിയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 13-ന് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനകൾ പരിഗണിക്കുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്പീക്കർ അറിയിച്ചത്. കൂടാതെ ഫെബ്രുവരി 14 മുതൽ മാർച്ച് 2 വരെ സഭ ഉണ്ടായിരിക്കില്ല. ഈ കാലയളവിൽ വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിശ്ചയിച്ചിട്ടുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് മാർച്ച് 28-നാണ് സഭ പിരിയുന്നത്.